മലപ്പുറത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ പൊന്നാനിയിൽ 3 വീടുകൾ കടലെടുത്തു. കടലാക്രമണമുണ്ടായ പൊന്നാനി മേഖലയിൽ ഇനി ഒരു വീട് മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ വീടുകളിൽ നിന്ന് എല്ലാവരും താമസം മാറിയിട്ടുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സോണൽ, ഏറെ വേദനയുണ്ടാക്കുന്ന വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത മുതലാണ് ഇത്തരത്തിൽ മഴയെടുത്ത് പോകുന്നത്. ആളുകളെല്ലാം സുരക്ഷിതരല്ലേ സോണൽ? ഷിഹാസ്, ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് ഏകദേശം 5 വീടുകൾ 3 പ്രദേശങ്ങളിലായിട്ട് കടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൊന്നാനിയിലെ തന്നെ 3 പ്രദേശങ്ങളിലായി 5ഓളം വീടുകൾ ഇതിനോടകം കടലെടുത്തിരിക്കുന്നു എന്ന വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നർപ്പള്ളി, വെളിയംകോട്, പാലപ്പെട്ടി ഭാഗങ്ങളിലെ വീടുകളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായിട്ട് വീടിനകത്തേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട വീട്ടിലെ ആളുകളൊക്കെ തന്നെ അവരുടെ ബന്ധു വീട്ടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറി താമസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു വീട്ടിൽ മാത്രമായിരുന്നു ആളുണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം വൈകിട്ടോട് കൂടിയിട്ടാണ് ആ വീട്ടിന്റെ പുറകുവശവും കടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ കടൽക്ഷോഭം ഉള്ളതിനാൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത് വലിയ അപകടം ഒഴിവാക്കി എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. എന്തായാലും ഈ കടലാക്രമണം ഇത്രയും രൂക്ഷമാകാനുള്ള പ്രധാന കാരണമായി ആ പ്രദേശവാസികൾ പറയുന്നത് ഈ അവിടെ ഭിത്തി കെട്ടിയത്, അതായത് കടൽ ഭിത്തി കെട്ടിയത് വൃത്തിയല്ല, അത് കൃത്യമായിട്ടുള്ള സംരക്ഷണ ഭിത്തി അവിടെ ഇല്ല എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നിരവധി തവണ പരാതിപ്പെട്ടതാണ്, എന്നിട്ട് നടപടിയെടുത്തില്ല. ഇപ്പോൾ തങ്ങളുടെ വീടടക്കം കടലെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നൊരു ആവശ്യം കൂടി ആ പ്രദേശത്തെ ആളുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷിഹാസ, ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.